ലീഗിന്റെ പാർട്ടി ഓഫീസ് സകല പഞ്ചായത്ത് മെമ്പർമാരും ഭർത്താക്കന്മാരും ഇവിടെ. ഇതിപ്പോ ലീഗിന്റെ ഓഫീസായി കൊണ്ടെടുക്കണം. മര്യാദയ്ക്ക് പറഞ്ഞുതരാം. മര്യാദയ്ക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ പോലീസിനോട് പെരുമാറാനും ഇത്തിരി പരിമിതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒരു പരിമിതി ഇല്ലാതെ നിൽക്കുകയാണ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? വെളിയൂർ ഗ്രാമപഞ്ചായത്തിലെ UDF മെമ്പർ കള്ളപ്പണം ഇടപാട് പോലീസിന്റെ പിടിയിലായി. അതിനെതിരായിട്ടുയരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം. ഇൻകുലാബ് സിന്ദാബാദ്. ഡിവൈഎഫ്ഐ പ്രതിഷേധം. കള്ളപ്പണ ഇടപാട് പോലീസിന്റെ പിടിയിലായ UDF മെമ്പറെ രാജിവെച്ച് പോ പുറത്ത്. ഇൻകുലാബ് സിന്ദാബാദ്. ഡിവൈഎഫ്ഐ സിന്ദാബാദ്. പ്രതിഷേധം. ഡിവൈഎഫ്ഐ പ്രതിഷേധം. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ? വെളിയൂർ ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ മെമ്പർ കള്ളപ്പണ ഇടപാട് വിജയം നേടി ഒരു കൂട്ടർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത് വെളിയൂരിലൊരു മാറ്റം വേണമെന്നാണ്. നല്ല മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാർക്ക് ഒഴിവ് കൂലി കൊടുത്തില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ വെള്ളക്ഷാമം ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് പരക്ക ഈ പഞ്ചായത്തിൽ കുടിവെള്ളം കിട്ടിയില്ല. ബാക്സ് സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല. നല്ല മാറ്റം. 6 മാസമായി യാതൊരുവിധ വികസനവും ഈ പഞ്ചായത്തിൽ നടന്നില്ല. ഈ പഞ്ചായത്തിൽ എങ്ങനെ ഇവർ ജയിച്ചത്? ഞങ്ങൾ തോറ്റതെങ്ങനെയാ? ഇവരെ പണക്കൊഴുപ്പ് കൊണ്ടാണ്. എടപ്പലം സ്കൂളില് നിയമവിരുദ്ധമായി കിട്ടുന്ന പണം ചാക്കുകളിലാക്കി 4-5 വീടുകളിൽ പൂച്ച കുട്ടികളെ ഇടം കടന്ന പോലെ കടത്തിക്കൊണ്ട് കിടക്കണം. ഈ മെയിൻ റോഡിൽ വലിയ വീട്ടിൽ മാസങ്ങളിൽ ചാക്കിൽ കെട്ടിയ പണം ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാനായിട്ടല്ല. ആ പണം ചാക്കിൽ കെട്ടി ഇരിക്കുകയാണോ വേണ്ടത്, പഞ്ചായത്ത് പിടിക്കുകയാണോ വേണ്ടതെന്നാണ് പണക്കാട് വെച്ച് ചോദിച്ചത്. അങ്ങനെ ഒരു ചാക്ക് പണം വന്നു. ആ ഒരു ചാക്ക് പണം ഈ വെളിയൂരിൽ വിവിധ വാർഡുകളിൽ ഒഴുക്കി. പക്ഷെ അതുകൊണ്ടൊന്നും തികഞ്ഞില്ല. കള്ളപ്പണം നിയമവിരുദ്ധമായി കോൺഗ്രസ് നേതാക്കൾ ഈ വക തെറ്റായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ കള്ളപ്പണവും ചേർന്ന് ഒഴുക്കിയിട്ടാണ് ഈ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തത്. എന്താ സ്ഥിതി? ഇവിടെ നോക്കി. ഇപ്പോ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യമാണ്. ഈ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDFിന്റെ സ്ഥാനാർത്ഥികളിൽ ഒരാൾ കൊള്ളപ്പണക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. മറ്റാൾ അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നവനാണ്. മറ്റൊരാൾ ഗൾഫിൽ നിന്ന് ആളുകളെ മുക്കിപ്പോകുന്ന ആളാണ്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതാ. പക്ഷെ പണത്തിന്റെ കൊഴുപ്പിൽ ഇവർ ജയിച്ചു കയറി. ഇപ്പോ ഞങ്ങൾ ഇവിടെ നടന്ന സമരം എന്താ? നല്ല സൂചിപ്പിച്ചല്ലോ. ആളുകളെ ചുരുക്കിച്ച ആളുകൾ കൊണ്ടുപോവുക. ഇത് തൃപ്രയാറിൽ വെച്ച് ഡോളർ പൊട്ടിച്ചതുമായി മാത്രം ബന്ധപ്പെട്ട സമരമല്ല. അതല്ല ഞങ്ങളുടെ വിഷയം. തൃപ്രയാറിൽ വെച്ച് ഡോളർ കൈമാറ്റത്തിന് വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ബന്ധപ്പെട്ട ആളുകളും പോയ സംഭവം മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം. അത് നിമിത്തം മാത്രമാണ്. അല്ലെങ്കിൽ നോക്ക്,
എന്തിനാണ് ഈ മുഹമ്മദ് റാഫിക്ക് ഡോളർ നിയമാനുസൃതം അല്ലല്ലോ ഡോളർ വാങ്ങുന്ന കള്ളക്കടത്താണല്ലോ? എന്തിനാ ഡോളർ? ആ ചോദ്യമാണ് പ്രസക്തമായ ചോദ്യം. ആ ചോദ്യം അതിന് അന്വേഷിച്ചു പോയാൽ പല കാര്യങ്ങളും പുറത്തു വരും. ഇത് മാത്രമല്ല, ഇവിടെ വർഷങ്ങളായി ഈ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ UDFന്റെ ഉന്നതരായ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപെടൽ നടത്തുന്നത് ലോകം ആകെ പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരിമറികളും മറ്റും ഹവാലയേക്കാൾ വലിയ സംഭവങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരാള് ഇവിടെ ഈ മെമ്പർ ചെയ്യുന്നത് പല പാവപ്പെട്ട ആളുകൾ, പല കുട്ടികൾ, ആ കുട്ടികളൊക്കെ അവരൊക്കെ അക്കൗണ്ടിലൂടെയാണ് ഈ പണം മാറ്റുന്നത്. ആ കുട്ടികൾ ശ്രദ്ധിച്ചാൽ നന്ന്, രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ നന്ന്. ഇവര് അനവധി ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ കടന്നുറങ്ങുമ്പോ അക്കൗണ്ടിലിടുക, പിറ്റേ ദിവസം രാവിലെ 1, 5, 1, 10, 1, 15 വേറെ അക്കൗണ്ടിലേക്ക് വരും. കളി മനസ്സിലാക്കാത്ത കുഴപ്പമില്ല. നയൻ എം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതൊക്കെ വെളിയൂർക്കാർക്ക് അത്ഭുതകരമായി. 9 എം എന്ന് പറഞ്ഞ എന്താ സാധനം? അത് ബാങ്കോങ്ങിലാണ് കൈകാര്യം ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ പറ്റിച്ചു. ബാങ്കോങ്ങിൽ ആ കമ്പനി പൂട്ടിക്കഴിഞ്ഞപ്പോ അതിലെ കണ്ണികൾ ആരൊക്കെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ കണ്ണികൾ ചെന്നെത്തുന്നത് ഈ പഞ്ചായത്ത് ഓഫീസിലായിരിക്കും. അവസാനം വരുന്നത് ഇന്റർപോൾ അന്വേഷിക്കുന്നത്. അന്വേഷണം വരാതിരിക്കില്ല, ഇവിടെ എത്തും. ആ പണി ഇവിടെ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പൊ കണ്ടെത്തിയത്, തൃപ്രയാറിൽ കണ്ടെത്തിയത് ഒരു മഹാമഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. അതൊരു സൂചന മാത്രമാണ്, ഒരു നിമിത്തം മാത്രമാണ്. അതിന്റെ പിറകിലാണ് സംഭവങ്ങൾ. അംബോഡിയയിലും സ്വിറ്റ്സർലാൻഡിലും ചൈനയിലും ദുബായിലും ഒക്കെ ഈ മെമ്പർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. എന്തിന്? ഈ വക പരിപാടിക്ക് തന്നെ. ഈ ഫെഡറൽ ബാങ്ക് കൊപ്പത്തൊരു ATM ഉണ്ട്. ഫെഡറൽ ബാങ്കിലെ ഇരുവച്ച തിരുമറി പരിപാടിയൊക്കെ ഞങ്ങൾക്ക് അറിയാനുള്ള 30 അക്കൗണ്ടുകൾ ഇവരുടെ പൂട്ടിയിട്ടുണ്ട്. 30 എണ്ണം. അത് പലതും സ്ത്രീകളുടെ, ഇവരുടെ ഭാര്യമാരുൾപ്പെടെ 30 എണ്ണം പൂട്ടിയിട്ടുണ്ട്. ആ അക്കൗണ്ടുകൾ മുഴുവൻ പരിശോധിക്കണം. ഞങ്ങൾ സമരം നടത്തുന്നത് ഇവരൊക്കെ പിടിച്ച് ജയിലിടണം എന്ന് പറയാനല്ല, ഇവരുടെ പേരിൽ കേസെടുക്കണമെന്ന് പറയാനുമല്ല. ഈ വക തമ്മാടിത്തം ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഈ വക സാമ്പത്തിക തെമ്മാടിത്തം ഇവിടെ നടത്തണം ഈ മെമ്പറുടെ നേതൃത്വത്തിൽ. അത് അന്വേഷിക്കണം. അതെന്താണെന്ന് അന്വേഷിക്കണം. അത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അനധികൃതമായി ഉണ്ടാക്കിയ പണം ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാനാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ മിണ്ടാതിരിക്കണോ? അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നടത്തിയ സാമ്പത്തിക തമ്മാടിത്തം, ലോകത്താഴവാനം ഉള്ള ഈ കോർത്തിണക്കിക്കൊണ്ട് നടത്തിയ ഈ സാമ്പത്തിക ഹവാല തട്ടിപ്പ് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്നോ, ഗുരുതരമായ സത്യപ്രതിജ്ഞ ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്താ സത്യപ്രതിജ്ഞ? ലോക കമ്മിറ്റി ഇല്ല. ഭൂരാജ്യം പഠിക്കല് അജിത്താണ്. ഈ അജിത്ത എന്ന് പ്രചരിപ്പിച്ചു. ആ മഹാപ്പ പറഞ്ഞിട്ടേ ഇല്ല. ആരായെന്തോ എന്താ തമ്മാടിത്ത. ഇത് ആരാണെന്ന് കുഴപ്പമില്ല. ഇത് വെറുതെ തൊടാൻ പറ്റുന്ന കാര്യമല്ല. ഈ രാജ്യത്തെ ബാധിക്കുന്നതാണ്, നാടിനെ. അപ്പൊ അത് ഈ മെമ്പറെ രാജിവെച്ച് പുറത്തു പോകണം. ഈ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായി അന്വേഷിക്കണം ഞങ്ങൾ പറയുന്നത്. കല്യാണം കൊല്ലണം എന്നല്ല, അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. ഇദ്ദേഹം ചെറുതല്ല. ഈ രാജ്യത്തെ ഈ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് മണൽ മാഫിയ നേതാവാണ്, മണൽ ചക്രവർത്തിയാണ്. ഹിന്ദിക്കാരെ വെച്ച് മണൽ കോരുന്നു. പല കടവുകളിലും പോലീസിന്റെ പൂർണ്ണമായ സഹായത്തോടു കൂടി കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു നല്ല SI ഉണ്ടായിരുന്നു. അയാളെ മണൽ പിടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ ആ പോലീസ് സ്റ്റേഷനിലുള്ള മറ്റു പോലീസുകാർ ഇവനെ വിളിച്ചു പറയും. ഈ കൊപ്പം പോലീസ് സ്റ്റേഷൻ അല്ലാതെ പുറമേ നിന്ന് ഇത് പിടിക്കാൻ വന്നാലും കൊപ്പത്തെ പോലീസ് ഒറ്റി കൊടുക്കും. ഞങ്ങൾക്ക് ഇതുവരെ പോലീസിനോട് പെരുമാറാനും ഇത്തിരി പരിമിതി ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരു പരിമിതി ഇല്ലാതെ നിൽക്കുകയാണ്. ഒരു കാരണവശാലും പോലീസല്ല അതിൻ്റെ അപ്പുറത്താളിൽ വന്നാലും മണൽക്കള്ളക്കടത്ത് ഇവിടെ അനുവദിക്കില്ല. CPM എന്താ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഈ പോലീസിനെ ഇല്ലാതെ തന്നെ നാട്ടുകാർ വളഞ്ഞു പിടിച്ച് മണൽ മാഫിയകളെ പിടിച്ചു നിർത്തിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. മണൽ മാഫിയ പോയി. ഈ രാജ്യത്തിന് സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക തമ്മാടിത്തം നടന്നിട്ടുള്ളത്. അത് സമഗ്രമായി അന്വേഷിക്കണം. അത് അന്വേഷിക്കുകയും മാത്രമല്ല ഇദ്ദേഹം രാജിവെക്കുകയും വേണം. ഈ മെമ്പറെ വെച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് പോകുന്നതെങ്കിൽ, ഈ പഞ്ചായത്ത് ഇപ്പോൾ പാർട്ടി ഓഫീസാ, ലീഗിന്റെ പാർട്ടി ഓഫീസാ, സകല പഞ്ചായത്ത് മെമ്പർമാരും ഭർത്താക്കന്മാരും ഇവിടെ. ഞാൻ അപ്പുറം പറഞ്ഞ മോശമാണ്. ഒരു DYFയുടെ പരിപാടിയാണല്ലോ. അപ്പുറം പറഞ്ഞ മോശമാണ് പറയണില്ല. ഇതിപ്പോൾ ലീഗിന്റെ ഓഫീസായി കൊണ്ട് നടക്കണം. മര്യാദയ്ക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ സത്യപ്രതിജ്ഞ ലംഘനം കാണിച്ച കള്ളക്കടത്തുകാരനെ ഇവിടെ നിലനിർത്തിക്കൊണ്ടാ പോണെച്ചെങ്കിൽ സമരം ഒന്നും ആവില്ല. അതിനപ്പുറം സമരം നടക്കും. അത് മനസ്സിലാക്കിയാൽ മതി. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.
on the way. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായെന്നുള്ളാകെ MX മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.